ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം പഠിക്കാൻ പോകുന്നത് പ്രഭാഷകൻ 41 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിലെ സമാന വാക്യങ്ങളാണ്. സ്നേഹ ഈശോയെ, ഞങ്ങൾ ഈ അവസാന നിമിഷങ്ങളിൽ ഇതൊക്കെയും പഠിക്കാൻ പരിശ്രമിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും പഠിക്കുന്ന കാര്യങ്ങൾ ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. പ്രഭാഷകൻ 41 3 സമാനവാക്യങ്ങളാണ്. പ്രഭാഷകൻ 41:3 സമാനവാക്യം ഉൽപ്പത്തി 3:19. അവിടെ മരണവിധിയെക്കുറിച്ചാണ്. ഉൽപ്പത്തിയിൽ മണ്ണിൽ നിന്നെടുത്ത് നീ മണ്ണിലേക്ക് മടങ്ങും എന്ന് ദൈവം വിധിക്കുന്ന ആ സംഭവമാണ്. രണ്ടാമത്തേത് പ്രഭാഷകൻ 41:11 വാക്യത്തിൻ്റെ സമാനവാക്യം സങ്കീർത്തനം 9:5, സുഭാഷിതം 10:7. അവിടെ പേര് പോലും മാഞ്ഞു പോകും, അത് പാപികളുടെ പേര് പോലും മാഞ്ഞു പോകും എന്ന് പറയുന്നത്. അതേപോലെ നാമം ക്ഷയിച്ചു പോകും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ സങ്കീർത്തനത്തിലും സുഭാഷിതത്തിലും ഒക്കെ വരുന്നത്. ആ പേര്, നമ്മുടെ പേരില്ലാതായി പോകും എന്നുള്ളത്. പ്രഭാഷകൻ 41:12 അതിൻ്റെ സമാനവാക്യം സുഭാഷിതം 22:1, സഭാപ്രസംഗി 7:1. സത്കീർത്തിയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പ്രഭാഷകൻ 42:9, നിയമാവർത്തനം 24:1. അതായത് മകളെക്കുറിച്ചുള്ള ആകുലത എന്ന തലക്കെട്ടിൻ്റെ താഴെയാണ് ഇത് വരുന്നത്. അപ്പോൾ അവിടെ വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്ന് പിതാവ് ആകുലപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ കാരണം ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഉപേക്ഷാപത്രം കൊടുത്ത് ഭാര്യയെ തിരിച്ചയക്കാൻ ഒരു നിയമം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഭയം. ആ നിയമത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ് നിയമാവർത്തനം 24:1. ഇനി പ്രഭാഷകൻ 42:18 അതിൻ്റെ സമാനവാക്യം സുഭാഷിതം 15:11. മനുഷ്യഹൃദയങ്ങളെയൊക്കെ ദൈവം പരിശോധിച്ചറിയുന്നു എന്നുള്ള സംഭവമാണ് നമ്മളതിൽ മനസ്സിലാക്കുന്നത്. പ്രഭാഷകൻ 42:20 അതിൻ്റെ സമാനവാക്യം സങ്കീർത്തനം 139 1 മുതൽ 4 വരെ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ചിന്തയും അല്ലെങ്കിൽ ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. ഇപ്പം സങ്കീർത്തനം 139 നമുക്കറിയാം, നമ്മൾ ഇരിക്കുന്നത്, കിടക്കുന്നത്, നടപ്പ് എല്ലാം കർത്താവ് അറിയുന്നു. നമ്മൾ വിചാരങ്ങൾ അറിയുന്നു, നമ്മളുടെ വാക്ക് എല്ലാം, ഒരു വാക്ക് നമ്മൾ നാവിലെത്തുന്നതിന് മുമ്പ് കർത്താവ് അറിയുന്നു. അപ്പോൾ ആ കാര്യമാണ് അവിടെ പ്രതിപാദിക്കുന്നത്. പ്രഭാഷകൻ 43:6 സമാനവാക്യം ഉൽപ്പത്തി 1:15 മുതൽ 16 വരെ. സങ്കീർത്തനം 104:19 അത് ഋതുക്കൾ നിർണ്ണയിക്കാൻ ചന്ദ്രനെ നിർമ്മിച്ചു എന്നുള്ളതാണ്. ചന്ദ്രനാണ് ഈ കാലങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളാണ് അവിടെ പറയുന്നത്. ഈ എട്ടാമത്തത് പ്രഭാഷകൻ 43:17 സമാനവാക്യം സങ്കീർത്തനം 29:8. അവിടെ കർത്താവിൻ്റെ ആ സ്വരത്തിൻ്റെ ഗാംഭീര്യമാണ് പറയുന്നത്. അത് മേഘഗർജനം, കർത്താവിൻ്റെ സ്വരം, അത് പർവ്വതങ്ങളെയൊക്കെ വിറകൊള്ളിക്കും. അങ്ങനെ കർത്താവിൻ്റെ ആ സ്വരത്തിൻ്റെ ഒരു ഗാംഭീര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രഭാഷകൻ 43:19 സങ്കീർത്തനം 147 16 മുതൽ 18 വരെ. തുഷാരം വിതറുന്നു, മഞ്ഞ് പെയ്യിക്കുന്നു. അടുത്തത് 10 പ്രഭാഷകൻ 43:24 സങ്കീർത്തനം 107:23 സമുദ്രസഞ്ചാരികളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇനി 11 പ്രഭാഷകൻ 43:25 സമാനവാക്യം സങ്കീർത്തനം 104:25 മുതൽ 26 വരെ. ജീവജാലങ്ങളും മഹാസമുദ്രം, മഹാസമുദ്രത്തിലെ ജലജീവികളെക്കുറിച്ചും അതൊക്കെ വർണ്ണിക്കുന്ന ഒരു സ്ഥലങ്ങളാണ് ഈ രണ്ട് ഭാഗത്തും നമ്മൾ കാണുന്നത്. പ്രഭാഷകൻ 44:16 സമാനവാക്യം ഉൽപ്പത്തി 5:24. ഇവിടെ ഹെനോക്ക് സംവഹിക്കപ്പെട്ടു, അതാണ് വരുന്നത്. പ്രഭാഷകൻ 44:17 ഉൽപ്പത്തി 6:9 അവിടെ നോഹ തികഞ്ഞ നീതിമാനായിരുന്നു എന്നുള്ള കാര്യമാണ് പൊതുവായിട്ട് വരുന്നത്. പ്രഭാഷകൻ 44:19 സമാനവാക്യം ഉൽപ്പത്തി 17:4 മുതൽ 6 വരെ. അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രഹാം. പ്രഭാഷകൻ 44:20 ഉൽപ്പത്തി 17:19 അവിടെ ഈ രണ്ട് വാക്യങ്ങളിലും പൊതുവായിട്ട് വരുന്നത് അബ്രഹാം ആയിട്ട് ദൈവം ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് വരുന്നത്. പ്രഭാഷകൻ 44:23 ഉൽപ്പത്തി 27 മുതൽ 29 വരെയും 28:13 മുതൽ 15 വരെയും. അത് യാക്കോബിന് അനുഗ്രഹം ലഭിക്കുന്നതാണ്. അപ്പം തലമുറകളുടെ
അനുഗ്രഹം യാക്കോബിൻ്റെ മേൽ വന്നു എന്നുള്ളതാണ് പ്രഭാഷകനിൽ പറയുന്നത്. അത് ഉൽപ്പത്തി 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്നതാണ്. 28:13 മുതൽ 15 വരെ വരുമ്പോൾ അത് യാക്കോബ് ദൈവമായിട്ടൊരു മൽപ്പിടുത്തം നടത്തുന്ന കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ ആ ദൈവം അനുഗ്രഹിക്കുന്നതാണ്. തലമുറകളുടെ അനുഗ്രഹം അങ്ങനെയാണ് യാക്കോബിൻ്റെ മേൽ വരുന്നത്. ഇപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, 44-ാം അധ്യായത്തിലെ എല്ലാ സമാനവാക്യവും ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് വരുന്നത്. ഈ 45-ാം അധ്യായം പ്രഭാഷകൻ 45:2 സമാനവാക്യം പുറപ്പാട് 7:1 മോശ ദൈവദൂതന്മാർക്ക് സമനായി എന്നാണ് പ്രഭാഷകനിൽ നമ്മൾ കാണുന്നത്. പുറപ്പാടിൽ നമ്മൾ കാണുന്നത് ഫറവോയ്ക്ക് മോശയെ ദൈവത്തെ പോലെ ആക്കി ദൈവം അരുൾ ചെയ്യുന്ന ഒരു വാക്യമാണത്. പ്രഭാഷകൻ 45:7 സമാനവാക്യം പുറപ്പാട് 28:43. അവിടെ അഹറോനെ മഹത്വവൽക്കരിച്ചു, നല്ല മഹിമയേറിയ വസ്ത്രങ്ങളൊക്കെ നൽകി, സ്ഥാനങ്ങളൊക്കെ നൽകി. അക്കാര്യമാണ് അവിടെ പ്രതിപാദിക്കുന്നത്. പ്രഭാഷകൻ 45:23 സംഖ്യ 25:7 മുതൽ 11 വരെ ഇവിടെ എലയാസറിൻ്റെ പുത്രൻ ഫിനഹാസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, അത് തിന്മ ഇല്ലാതാക്കി എന്നും പറഞ്ഞിട്ടാണ് വചനം വരുന്നത്. അത് സംഭവം സംഖ്യയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പരസ്യമായിട്ട് ഒരു വിജാതീയ സ്ത്രീയെ കൊണ്ടുവന്ന് അയാളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു കുന്തം എടുത്തിട്ട് അപ്പോഴേ പോയി ഇവർ രണ്ടുപേരെയും കുത്തിക്കൊല്ലുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതാണ് ഫിനെഹാസ് ചെയ്ത ആ ഒരു ധീരകൃത്യം, തിന്മയെ നേരിട്ടത്, തിന്മയെ അന്നേരം തന്നെ ഇല്ലാതാക്കിയത്. ഇനി 20 പ്രഭാഷകൻ 46:1 സംഖ്യ 27:18. അവിടെ നൂനിൻ്റെ പുത്രൻ ജോഷുവ, അതാണ് പൊതുവായിട്ട് വരുന്നത്. പ്രഭാഷകൻ 46:7 സംഖ്യ 14:6. അവിടെ ജോഷുവയും കാലബിനെയും കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവർ 6 ലക്ഷം യോദ്ധാക്കളിൽ ഇവർ രണ്ടുപേരെ അവശേഷിച്ചിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം വാഗ്ദത്ത ഭൂമി ഒറ്റുനോക്കാൻ പോയപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമാണ് അനുകൂലമായിട്ട് സംസാരിച്ചത്. ബാക്കിയുള്ളവരൊക്കെ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ജോഷുവയും കാലബും വസ്ത്രം കീറി എന്നുള്ള സംഭവമാണ് സംഖ്യ 14:6 നമ്മൾ കാണുന്നത്. 22 പ്രഭാഷകൻ 46:13. അത് 1 സാമുവൽ 1:11, 8, 9, 10, 1. അത് സാമുവലിനെ കുറിച്ചാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. പ്രഭാഷകൻ 47:1 2 സാമുവൽ 7:1 മുതൽ 17 വരെ. ദാവീദിൻ്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തി. പ്രഭാഷകൻ 47:23 1 രാജാക്കന്മാർ 12 റഹോബോവാം ജെറോബോവാം. 42 പ്രഭാഷകൻ 49 സമാനവാക്യങ്ങൾ. പ്രഭാഷകൻ 49:1 2 രാജാക്കന്മാർ 22 1 മുതൽ 23 23-ാം അധ്യായം 30-ാം വാക്യം വരെ. അതായത് 22-ാം അധ്യായം 1-ാം വാക്യം മുതൽ 23-ാം അധ്യായം 30-ാം വാക്യം വരെയാണ്. അത്രയുമാണ് ജോസിയുടെ സ്മരണ. പ്രഭാഷകൻ 49:7 ജെറമിയ 1:5 അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജെറമിയ. പ്രഭാഷകൻ 49:8 എസെക്കിയേൽ 1:4 മുതൽ 28 വരെ. അതായത് എസെക്കിയേൽ ദർശിച്ച ആ ഒരു ദൈവമഹത്വം, അപ്പം അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ്. പ്രഭാഷകൻ 49:11 ഹഗ്ഗായി 2:23 നമ്മൾ സെറുബാബേലിനെ മുദ്രം പോലെ ആക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ ഭാഗമാണ് രണ്ടിടത്തും പറയുന്നത്. പ്രഭാഷകൻ 49:12 എസ്ര 3-ാം അധ്യായം 2-ാം വാക്യം മുതൽ 6-ാം അധ്യായം 18-ാം വാക്യം വരെ. യേശുവ ദേവാലയം പണിതതിൻ്റെ വിശദീകരണമാണ് എസ്രായിൽ വരുന്നത്. പ്രഭാഷകൻ 49:13 അത് നെഹമ്യ 2-ാം അധ്യായം 17-ാം വാക്യം തൊട്ട് 7-ാം അധ്യായം 1-ാം വാക്യം വരെ നെഹമ്യ മതിൽ അല്ലെങ്കിൽ കോട്ടകൾ പണിതുയർത്തി. അപ്പം അതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പ്രഭാഷകൻ 49:14 ഉൽപ്പത്തി 5:24 ഹെബ്രായർ 11:5 ഹെനോക്ക് എടുക്കപ്പെട്ടു. അപ്പം ഉൽപ്പത്തി 25:14 നേരത്തെയും നമ്മളൊരു വാക്യത്തിൻ്റെ സമാനവാക്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഹെനോക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ മൊത്തത്തിൽ ഏതൊക്കെ വാക്യങ്ങളാണെന്ന് ഒന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. പ്രഭാഷകൻ 49:15 ഉൽപ്പത്തി 42
മുതൽ 47 വരെയുള്ള അധ്യായങ്ങൾ, 50-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ജോസഫിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പ്രഭാഷകനിൽ ജോസഫിൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പ്രഭാഷകൻ 50-ാം അധ്യായത്തിൽ ഒരു സമാന വാക്യമേ ഉള്ളൂ. അത് പ്രഭാഷകൻ 50:1 മക്കബായർ 13-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ ശിമയോനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ശിമയോനെക്കുറിച്ചാണ് പ്രഭാഷകൻ 50:1 വരുന്നത്. അപ്പോൾ ആ ശിമയോൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് മക്കബായരുടെ പുസ്തകം 1-ാമത്തെ പുസ്തകത്തിൽ 13-ാം അധ്യായം 16-ാം അധ്യായം വരെ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു. എത്രയും വേഗം എല്ലാവർക്കും എല്ലാം പഠിച്ച് എല്ലാം ഓർക്കുവാനും നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.